ഒരു വാർത്ത കണ്ടതാണ്, ഞാനും വീഡിയോ ചെയ്തതാണ്. ട്രംപ് ഭരണത്തിൽ വന്ന ഉടനെ തന്നെ ഖത്തർ ഭരണകൂടം ഹമാസിനെ പുറത്താക്കി. പിന്നീട് ഹമാസ് പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവിടുത്തെ ഓർഡർ കിട്ടിയിട്ടില്ല, ഖത്തർ ഭരണകൂടം പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഖത്തറും ആ ഭരണകൂടം ഡിനൈ ചെയ്തു, അങ്ങനെ ഒരു ഓർഡർ കൊടുത്തിട്ടില്ല. അപ്പം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇതിലേക്കാണ് ഈ ടോപ്പിക്കിൽ പറയുന്നത്. ട്രംപ് ജയിച്ച ശേഷം ഖത്തർ ഭരണാധികാരി ട്രംപിനെ വിളിച്ച് അനുമോദിക്കാൻ വിളിക്കുന്നു. അതായത് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന അമീർ എന്ന് പറഞ്ഞയാള് ട്രംപിനെ വിളിക്കുന്നു. അപ്പോൾ ട്രംപിൻ്റെ മറുപടി, ടെററിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതിവിടെ വാർത്ത വന്നു. അത് കഴിഞ്ഞുണ്ടായ സംഭവം, നിങ്ങൾ എന്തുകൊണ്ട് ഹമാസിനോട് പറഞ്ഞിട്ട് ഈ ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യാൻ തയ്യാറാകുന്നില്ല? അടുത്ത ചോദ്യം. ഇവിടെയാണ് ഖത്തർ ഭരണകൂടം ശരിക്കും പെട്ടുപോയത്. കാരണം ബൈഡൻ അല്ല ഈ ട്രംപ് എന്ന് പറയുന്നയാൾ. അപ്പം ട്രംപിന് ഇസ്രായേലുമായിട്ട് പ്രത്യേക അടുപ്പിച്ച് പേഴ്സണൽ ബന്ധങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രധാന വിഷയമായത്. അതിനുശേഷം ട്രംപ് പിന്നീട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഒരു കാരണവശാലും ഖത്തർ അവിടെ വെച്ച് പുലർത്തുന്ന പല ഇസ്ലാമിക ടെറർ മിലിഷ്യ ഓർഗനൈസേഷനുമായിട്ട് ഒരുമിച്ച് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇതാണ് അടുത്ത ടോപ്പിക്, അടുത്ത പോയിന്റ്. ഇത് കാരണം ഇതിനെപ്പറ്റി പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരാൻ തുടങ്ങി. അപ്പോഴാണ് ഖത്തർ ഭരണകൂടം ഹമാസിനോട് പറയുന്നത്, ഔദ്യോഗികമായിട്ടല്ല അനൗദ്യോഗികമായിട്ട് പറയുന്നു, നാളെ മുതൽ ഹമാസിൻ്റെ ഓഫീസ് ഇവിടെ അടച്ചിടുക, ഒഫീഷ്യലായിട്ട് ഹമാസിൻ്റെ ടെലിഫോൺ നമ്പേഴ്സ് അത് ബന്ദ് ചെയ്യുക, നിങ്ങൾ മറ്റൊരിടം കണ്ടുപിടിക്കുക. ഇതാണ് ഉണ്ടായ സംഭവം. കാരണം ഇത് പുറത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്, ഖത്തർ ഇങ്ങനെ പുറത്താക്കിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മറ്റുള്ള പല മുസ്ലിങ്ങളായിട്ടുള്ളവർ ഖത്തർ ഭരണകൂടത്തെ തെറ്റായ രീതിയിൽ അവരെ ശരിക്കും അറ്റാക്ക് ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പോൾ അതിൻ്റെ അകത്തുള്ള റിലീഫിന് വേണ്ടിയാണ് പെട്ടെന്ന് ഇവർ പറഞ്ഞത്, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, അതിനെപ്പറ്റിയുള്ള ഡിസിഷനൊക്കെ പിന്നീടുണ്ടാകും. ഇപ്പോഴെന്താ ഉണ്ടായത്? അവർ മുസ്ലിം ബ്രദർഹുഡ് അതുമായിട്ട് ബന്ധപ്പെട്ട അവരോടും പറഞ്ഞു, ഇവിടെ ഓഫീസ് ഇനിയും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. മറ്റുള്ള പല പ്രോക്സികളായിട്ടുള്ള മിലിറ്റന്റ് ഗ്രൂപ്പുകൾ, ഇൻക്ലൂഡിങ് താലിബാൻ, മറ്റുള്ള പല ഗ്രൂപ്പുകളുണ്ട്, ഈ ബലൂചിസ്ഥാനി വർക്ക് ചെയ്യുന്നത്, അവിടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നത്, അവരോടും പറഞ്ഞ് ക്ലോസ് ഡൗൺ ചെയ്തോളാം. അതായത് പണ്ടത്തെ ഈ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള അവിടെ പ്രവർത്തിക്കുന്ന, അതായത് മുജാഹിദ് ഗ്രൂപ്പുകളുണ്ട്, അവരോടും പറഞ്ഞ് ഇവിടെ വിട്ടുപോയിക്കോളാൻ. അതായത് അവരുടെ ഓഫീസുകൾ ഔദ്യോഗികമായിട്ട് അടച്ചു. അതേപോലെ ഖത്തർ ഇവരോട് ഇൻഫോം ചെയ്ത് കഴിഞ്ഞു, ഞങ്ങൾ ഇനി സാമ്പത്തിക സഹായം നിങ്ങൾക്ക് തരികയില്ല, ഇൻക്ലൂഡിങ് താലിബാനോടും പറഞ്ഞു കഴിഞ്ഞു. അതായത് വേറെ സ്ഥലം കണ്ടുപിടിച്ചോളാൻ പറഞ്ഞു. ഇപ്പം ഇപ്പോഴത്തെ ചോദ്യമാണ്, ഇവരത് കഴിഞ്ഞിട്ട് ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുക എങ്ങോട്ട് പോകണം. കാരണം ഇറാനിൽ പോകാൻ പറ്റത്തില്ല, ഇറാനിൽ എവിടെ പോയി കഴിഞ്ഞാലും ഇസ്രായേൽ അവന്മാരെ തട്ടിക്കളയും. അപ്പം അത് കഴിഞ്ഞിട്ട് ഏത് രാജ്യത്ത് പോലും ലെബനനിൽ പോകാൻ പറ്റത്തില്ല. സൗദി അറേബ്യയിലും UAE-യിലും മറ്റുള്ള രാജ്യങ്ങളൊന്നും ഇവരെ കയറ്റില്ല. പിന്നെ ഇവർ കാണുന്നൊരു സംഭവം എന്ന് പറയുന്നത് ടർക്കിയാണ്. അപ്പം പല ആൾക്കാരും പറഞ്ഞ് ഇവർ പോകാൻ പോകുന്നത് ടർക്കി ആയിരിക്കും. പക്ഷെ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, ടർക്കിഷ് പ്രസിഡന്റ് ഉർദുഗാൻ ഒരു കാരണവശാലും ഇവന്മാരെ അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. കാരണം ചെയ്തു കഴിഞ്ഞാൽ നാളെ മുതൽ അമേരിക്ക ടർക്കിയുടെ ശത്രുവായി. ഈ ടർക്കി എന്ന് പറഞ്ഞാൽ നാറ്റോ രാജ്യമാണ്. ഈ ടർക്കിക്ക് ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക പ്രശ്നമാണ്. പിന്നെ അവിടുത്തെ അൺസർട്ടനിറ്റി ഉണ്ട്. അവിടെ ഭരിക്കുന്ന ഉർദുഗാന്റെ പാർട്ടിക്ക് കഴിഞ്ഞ ഇലക്ഷനിൽ, അതായത് അവിടെ സ്റ്റേറ്റ് ഇലക്ഷനിലും മേയർ ഇലക്ഷനിലും അവർ പൂർണ്ണമായിട്ടും തോറ്റുപോയി. വലിയ ഫാക്ടേഴ്സ് ഉണ്ട്. അവിടെ ടെറർ അറ്റാക്ക് ഉണ്ടായി, കാരണം കർഡിഷുമായിട്ട് പ്രശ്നമായി. അതായത് പ്രശ്നമാണ് ഇനിയും. അപ്പം എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്ന, ഹമാസിനാണെങ്കിലും താലിബാനാണെങ്കിലും ഈ പറയുന്ന പ്രോക്സി മിലിഷ്യ ഗ്രൂപ്പിന് ഏറ്റവും സാധ്യതയുള്ള സ്ഥലം എന്ന് വെച്ചാൽ അൽ കേരളമാണ്. കാരണം ഇവരുടെ ഏറ്റവും കൂടുതൽ ലോകത്തിൽ ആരാധകരുള്ള ഇവിടെയാണ്. അപ്പോൾ കേരള ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും ഇവരോട് പറഞ്ഞിട്ട് ഈ പറയുന്നവർക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇവർക്ക് സാമ്പത്തിക സഹായമൊക്കെ കിട്ടും. ഞാൻ വെറുതെ പറയുന്നതല്ല. കാരണം ഇത്രമാത്രം സപ്പോർട്ട് ഈ സുന്നി ഷിയ ഇഷ്യൂവിൽ, ഇത്രമാത്രം സുന്നികളെ കൊന്ന ടീമിനോട് ഇത്രമാത്രം സ്നേഹമുള്ളവർ, മതം മാത്രം, വേറെ ഒരു പുല്ലുമല്ല ഇതിൻ്റെ അകത്തുള്ളത്. അപ്പം അവരോട് ഇത്രയും സപ്പോർട്ടുണ്ടെങ്കിൽ ഇവരെ വടക്കൻ മലബാറിൽ കൊണ്ടുവന്ന് ഇവർക്കൊരു ബേസൊക്കെ ഉണ്ടാക്കി താമസിപ്പിച്ചാൽ നല്ലതാണ്. കാരണം അത്രമാത്രം സപ്പോർട്ടാണ് അവർക്കുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഒരു കൺക്ലൂഡ് ചെയ്യുന്നൊരു പാർട്ട് എന്ന് പറയുന്നത്,
ഇവർ ഈ പറയുന്ന ഖത്തർ എന്ന് പറയുന്നത് ഭൂലോക പേടിച്ചു തൂറികളാണ്. കാരണം മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം, അതായത് അറബ് രാഷ്ട്രങ്ങളുടെ ഈ ഓയിൽ റിച്ച് ആയ രാഷ്ട്രങ്ങൾ, ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇവരിൽ ഇഷ്ടംപോലെ പണമുണ്ട്, പക്ഷെ ഇവർക്ക് സെക്യൂരിറ്റി സിസ്റ്റം ഇല്ല. ഇവർക്ക് എങ്ങനെ ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണം? കാരണം നാളെ അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ അമീറും തമീറിനും ഒക്കെ ഒരു ഊരകളയും, അവിടെ തന്നെ പ്രശ്നം ഉണ്ടായിക്കളയും, അയാളുടെയൊക്കെ തെറിക്കും. അമേരിക്ക നാളെ ആ ബേസ് അവിടുന്ന് എടുത്ത് മാറ്റിയിട്ട് യു എയിലോട്ട് മാറ്റി എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെയാണ് പ്രാധാന്യം എന്ന് പറയുന്നത്. ഈ ഖത്തറിനെ അമേരിക്കയുടെ പാവയായിട്ട് അവിടെ നിർത്തിയേക്കുമായിരുന്നു. അവിടെ ബേസും ഉണ്ട്, മറ്റുള്ള രാജ്യങ്ങൾ അറ്റാക്ക് ചെയ്യാൻ നിങ്ങളെ വരത്തില്ല, മറ്റുള്ള ഇതേപോലെ ടെറർ ഓർഗനൈസേഷൻ അവിടെ കൊണ്ടുപോവുക, അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരു ബേസ് ഉണ്ടാകും, ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇതായിരുന്നു അമേരിക്കയുടെ ധാരണ. അതിൽ കൂടുതലായിട്ട് ഖത്തർ കളിക്കാൻ അവരുടെ മതസ്നേഹത്തിൽ കളിക്കാൻ പോയി കഴിഞ്ഞപ്പോഴാണ് പ്രശ്നം കൈവിട്ടു പോയത്. ട്രംപ് എന്ന് പറയുന്ന ആൾ 1% പോലും ടെററിനെ അനുകൂലിക്കുന്ന ആളല്ല. അത് മാത്രമൊന്നുമല്ല, ടെററിനെ അനുകൂലിക്കുന്നതിനെ അയാൾ പുറത്താക്കുകയും ചെയ്യും. ബൈഡൻ ഒന്നുമല്ല ട്രംപ് ഈ കാര്യത്തിൽ. ഇസ്രായേലിനെ ഉപദ്രവിക്കാൻ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ട്രംപുമായിട്ട് ഇസ്രായേലിനെ ഉപദ്രവിക്കുവാൻ ഏതെങ്കിലും അറബ് രാജ്യങ്ങൾ, അമേരിക്കയുമായിട്ട് ബന്ധമുള്ള രാജ്യങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് അടിവരയിട്ട് കേട്ടോളുക, ട്രംപ് 1% പോലും അവരുമായിട്ട് മുന്നോട്ട് പോവുകയില്ല. അത് ഇപ്പം ഖത്തറിനും പിടികിട്ടി. ഖത്തറിന് അറിയാവുന്ന കാര്യം, ട്രംപ് വരില്ല. ഏതെങ്കിലും അറബ് രാജ്യങ്ങൾ, അമേരിക്കയുമായിട്ട് നല്ല ബന്ധമുള്ള അറബ് രാജ്യങ്ങൾ ആ രാജ്യത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ട്രംപ് അത് സമ്മതിക്കില്ല. ആ കാര്യത്തിൽ ബൈഡൻ അല്ല, ട്രംപ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഈ രാജ്യങ്ങളുടെയൊക്കെ സുരക്ഷ എന്ന് പറയുന്ന അമേരിക്കൻ ബേസുകളാണ്. ഇപ്പോൾ സൗദി ആണെങ്കിലും UAE ആണെങ്കിലും ജോർദാൻ, ഇവിടെയൊക്കെ അമേരിക്കൻ ബേസ് ഉണ്ട്. ആ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ ബേസുകൾ അമേരിക്ക അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഖത്തറാണ് എത്രയോ കോടികൾ മുടക്കി, ഏകദേശം $1 ബില്യൺ മുടക്കി, ഖത്തറിൻ്റെ പോക്കറ്റിൽ നിന്ന് മുടക്കി അമേരിക്കൻ ബേസ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അവർക്കത് ഏത് രാജ്യത്തെ അറ്റാക്ക് ചെയ്യാം. അതായത് ഈ ഖത്തർ എന്ന് പറയുന്നൊരു പാവയാ. നിങ്ങൾ മനസ്സിലാക്കി, വലിയ സംഭവമൊന്നുമല്ല ഈ പുല്ല്. ഒരു പൂന പോലൊരു രാജ്യം, പൂന പോലുള്ള സ്ഥലമുള്ളൊരു രാജ്യം, 4 കോണേ ഉള്ളൂ. ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റി? ഈ സാധനം മുഴുവൻ ഇല്ലാതായി പോകും. കാരണം അവരിന്ന് പിടിച്ചിരിക്കുന്ന അമേരിക്കൻ ബേസ് അവിടെ ഉള്ളതിൻ്റെ പേരിൽ ഒരു രാജ്യം അവരെ കയറി അറ്റാക്ക് ചെയ്യത്തില്ല. ഇത് മാത്രമേ ഉള്ളൂ ഖത്തറിന് ആകെയുള്ള ഒരു ഗ്യാരണ്ടി. അത് അമേരിക്ക നാളെ വിഡ്രോ ചെയ്ത് എന്ത് ചെയ്യും? ഇതാണ് അവൻ്റെ പേര്. ഇതാണ് തമീറും ജിമൂറും ഒക്കെ വാലും പൊക്കി ഓടും. വളരെ സിമ്പിളാണ്. പണമല്ല, പണത്തേക്കാൾ ഉപരി ബുദ്ധിയും യുക്തിയും സൈന്യം എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രാഥമിക ഘടകമാണ്. ഇതൊന്നും ഇല്ലാത്ത രാജ്യങ്ങളാണ് അധികം അറേബ്യൻ രാജ്യങ്ങൾ, ഈ അധികം രാജ്യങ്ങൾ. കാരണം ഇവർക്ക് സൈന്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ സംഭവത്തെ പറ്റി അറിയത്തില്ല ബേസിക്കലി. അതുകൊണ്ടാണ് ഈ രാജ്യങ്ങൾക്ക് അങ്ങ് പേടി. കാരണം എല്ലാ രാജഭരണമൊക്കെ നാളെ ഈ പുല്ലെല്ലാം തെറിക്കും, അതിനകത്ത് അരി ഉണ്ടാകും. ഈ രാജാവും മോനും അവനൊക്കെ തമ്മിൽ തല്ലി അരിയുണ്ട്, അവന് കുത്തി അങ്ങ് ചാവും. പിന്നെ എങ്ങോട്ട് ഇത് പോകും? അപ്പം അറിയാൻ സാധിക്കുന്നത് സൗദി അറേബ്യയുടെ മുഹമ്മദ് ബിൻ സൽമാൻ്റെ സെക്യൂരിറ്റി വലയം എന്ന് പറയുന്നത് ജൂയിഷാണ് മൊസാദ് ഹാൻഡിൽ ചെയ്യുന്നത്. കാരണം അയാളെ കൊല്ലാൻ വേണ്ടി പലരും ശ്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ അമേരിക്കൻ പത്രങ്ങളിൽ വരാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഈ ഓരോ സംഭവങ്ങൾ വരുമ്പോൾ ഉണ്ടായി വരുന്നത്. ഇപ്പം എൻ്റെ ഒരു പ്രഡിക്ഷനാണ്, ട്രംപ് അധികാരത്തിൽ കയറി വെരി സൂൺ ഖത്തർ ഇസ്രായേലുമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻ ഉണ്ടാകും. അതുണ്ടായില്ലെങ്കിൽ ട്രംപ് ഈ ഖത്തറിൻ്റെ തമീറിനെയും ജിമനെയും പാഠവും പഠിപ്പിക്കും. വളരെ കൃത്യമായിട്ടങ്ങ് പറയാം. കാരണം എബ്രഹാം അക്കോർഡുമായിട്ട് അമേരിക്ക മുന്നോട്ട് പോവുകയാണ്. അതിനകത്ത് കുറച്ച് മാറി നിൽക്കുമായിരുന്നു സൗദി അറേബ്യ. അപ്പോൾ സൗദിയും വരും, ഖത്തറും വരും. അതോടുകൂടി ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന് ഇവരെല്ലാം ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ആവും. ആരെതിർക്കാൻ ശ്രമിക്കുന്നു ഇവരെല്ലാം കൂടെ ഒരുമിച്ച് ഇന്ന് അവനെ അങ്ങ് തുലയ്ക്കും. ഇതുകൊണ്ടാണ് ഇപ്പോഴും ഇറാൻ അങ്ങ് പത്തി മടക്കിയത്. കാര്യങ്ങൾ മനസ്സിലാക്കുക. ഖത്തർ പുല്ല് കോപ്പാണെന്ന് കയറി പറയരുത്. ഖത്തർ ഒരു പുല്ലുമല്ല, മനസ്സിലായോ? കുറച്ച് പണമുണ്ട് എന്നല്ലാതെ പിന്നെ കൈക്കൂലി കൊടുത്ത് എന്തും നേടാമെന്നുള്ള കഴിവൊന്നും പല സന്ദർഭങ്ങളിലും നടക്കത്തില്ല. ട്രംപ് ആ കാര്യത്തിൽ വളരെ കണിശക്കാരനാണ്. കാരണം ഇസ്രായേലിനെ തൊട്ട് കളിക്കാൻ ഒരു രാജ്യത്തെയും ട്രംപ് സമ്മതിക്കത്തില്ല. അതിൻ്റെ തെളിവ് തന്നെയാണ് ട്രംപ് വന്ന ഉടൻ തന്നെ ഇവന്മാർക്കൊക്കെ പേടിയായി. ഇതാണ് ഇതിൻ്റെ ക്ലാസിക് ആയിട്ടുള്ള ഉദാഹരണം.